अमेरिकन गोल्डन डिलीशियस डिलीशियस और इसमें था पहले जो हमने उतारा है। കശ്മീരിൽ ആപ്പിളിൻ്റെ വിളവെടുപ്പ് കാലം ആരംഭിച്ചതേയുള്ളൂ. അമേരിക്കൻ ഡെലീഷ്യസ്, ഗോൾഡൻ ഡെലീഷ്യസ് എന്നിങ്ങനെ പേരറിയുന്നതും അറിയാത്തതുമായ വിവിധതരം ആപ്പിളുകളാണ് ജമ്മു കശ്മീരിൽ ദേശീയപാതയിൽ ചീഞ്ഞഴുകിയത്. കശ്മീർ താഴ്വരയെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത ആഗസ്റ്റ് അവസാനത്തിലെ കനത്ത മഴയിൽ തകർന്നതിനെ തുടർന്ന് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആപ്പിളുകൾ കേടായി നശിച്ചു എന്നാണ് വിവരം. പാവപ്പെട്ട കശ്മീരി കർഷകരുടെ വർഷങ്ങളുടെ അധ്വാനവും പലരുടെയും ഏക വരുമാന ആശ്രയവുമാണ് വഴിമുട്ടിക്കിടക്കുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിളിന്റെ 78% കശ്മീരിൽ നിന്നാണ്. ദേശീയപാതയിലെ ഖാസികുണ്ട് ഭാഗത്തായി ഏകദേശം 4000-ഓളം ട്രക്കുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിലെ ടൂറിസം മേഖല കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയായിരിക്കും ആപ്പിൾ കെട്ടിക്കിടന്നാൽ സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങളും ആപ്പിൾ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കാലം തെറ്റിയുള്ള മഴയും ആലിപ്പഴം വീഴുന്നതും വർഷങ്ങളായി പരിപാലിച്ചിരുന്ന ആപ്പിൾ മരങ്ങൾക്ക് കേടുപാട് വരുത്തിയതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ വർഷം അനന്തനാഗ് ജില്ലയിലെ ആപ്പിൾ വാലി എന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായ ബിജ്ബേരയിലെ കർഷകരിൽ പലർക്കും വിളവെടുപ്പ് മുമ്പുള്ള വർഷങ്ങളെക്കാൾ പകുതി കുറഞ്ഞതായി സങ്കടം പറഞ്ഞിരുന്നു. മറ്റു പ്രദേശങ്ങളിലും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയാണ് മറ്റൊരു രൂപത്തിൽ തകരാൻ പോകുന്നത്. കശ്മീർ താഴ്വരയിൽ ആഗസ്റ്റ് അവസാനത്തോടെയാണ് ആപ്പിളിന്റെ വിളവെടുപ്പ് കാലം തുടങ്ങുന്നത്. ഇത് പിന്നീട് നവംബർ അവസാനം വരെ നീളും. വിളവെടുപ്പിന് ശേഷം ഡൽഹിയിൽ എത്തിച്ചാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നത്. ചരക്കു നീക്കം തുടരാത്തതിനാൽ വിളവെടുക്കാതെ നിലത്ത് വീണ് നശിക്കുന്ന ആപ്പിളിന്റെ കണക്ക് വേറെയുമുണ്ട്. കട്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശ്രീനഗറിലേക്ക് പുതുതായി ആരംഭിച്ച ട്രെയിൻ സർവീസിൽ സെപ്റ്റംബർ 15-ന് ഒരു ബോഗി അനുവദിച്ചിരുന്നു. പക്ഷേ ഇതിൽ ഒരു ട്രക്ക് ആപ്പിൾ മാത്രമേ കയറ്റി അയക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ആർമിയുടെ തണുപ്പുകാലത്തെ തയ്യാറെടുപ്പിനായി സാധനങ്ങൾ കൊണ്ടുവന്ന ട്രെയിൻ തിരിച്ചു പോകുമ്പോൾ ആപ്പിളുകൾ കയറ്റുമെന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേശീയപാതയിലെ ഗതാഗത കുരുക്കഴിക്കുകയോ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്തില്ലെങ്കിൽ ജീവിക്കാനുള്ള വകയില്ലാതെ പട്ടിണിയിലാവും ഉൾഗ്രാമങ്ങളിലെ മിക്ക കർഷക കുടുംബങ്ങളും.